നമസ്കാരം. ഒരു വ്യക്തിക്ക് എത്ര തന്നെ ശ്രദ്ധിച്ചാലും പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയർച്ച വന്നു ചേരാതെ ബുദ്ധിമുട്ടുന്നവർ നിരവധിയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ഫലം ലഭിക്കാത്തതായ സാഹചര്യം ചിലർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. അവർ അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ അത് വാസ്തു സംബന്ധമായി നോക്കുകയാണ് എങ്കിലും ദോഷകരമായി ബാധിക്കും. അത് ആ വീടുകളെ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. തന്മൂലം ആ വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ദൗർഭാഗ്യം വേട്ടയാടുന്നതിന് പോലും കാരണമായി തീരും. ചില കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ വാങ്ങുവാൻ പാടുള്ളതല്ല. നാം പല അവസരങ്ങളിലും സഹായമായി പല വ്യക്തികളിൽ നിന്നും ചില കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഇനി മുതൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് സ്വീകരിക്കുന്നതാണ് ഉത്തമം. അതല്ല എങ്കിൽ മുൻപ് പരാമർശിച്ച പോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ദൗർഭാഗ്യം വേട്ടയാടുന്നതിന് കാരണമായി തീരും. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും മഹാദേവന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ ഓം ഹ്രീം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ വസ്തു ഉപയോഗിച്ചതായ വസ്ത്രമാണ്. കഴുകി ഉണക്കിയ ശേഷം നിങ്ങൾക്ക് അവ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വാങ്ങി, അത് സുഹൃത്തുക്കളാകാം, വളരെ വേണ്ടപ്പെട്ട വ്യക്തികളാകാം, എന്നാൽ ഇവരിൽ നിന്നും വാങ്ങി അണിയുന്നത് ശുഭകരമല്ല. അത് കഴുകിയതിന് ശേഷം അണിയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന കാര്യവും ഓർക്കണം. എന്നാൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിയാതിരിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ അവർ അനുഭവിക്കുന്നതായ കഷ്ടതകൾ ഉണ്ടാകാം, ദുരിതങ്ങൾ ഉണ്ടാകാം, മനോവിഷമങ്ങൾ ഉണ്ടാകാം. അത്തരം വിഷമങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. അത് തരണം ചെയ്യുവാൻ നിങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിക്കുകയും ചെയ്യും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മൂർച്ചയുള്ളതായ വസ്തുക്കൾ താൽക്കാലിക ആവശ്യങ്ങൾക്ക് ചിലർ വാങ്ങുന്നതാണ്. ഇപ്രകാരം വാങ്ങുകയാണ് എങ്കിൽ ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൽ ആദ്യത്തേത് അവരുമായുള്ള ബന്ധം വഷളാകുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്നതാണ്. സൗഭാഗ്യം ജീവിതത്തിൽ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. സൗഭാഗ്യം അനുകൂലമല്ലാതിരിക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ ശത്രുദോഷം ജീവിതത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. മൂർച്ചയേറിയ വസ്തുക്കൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് ശത്രുദോഷം ഇരട്ടിക്കുന്നതിനും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിക്കുന്നതിനും അത് കാരണമായി തീരും. കടയിൽ നിന്ന് വാങ്ങുന്നവർ ആയിരുന്നാൽ പോലും എവിടെയെങ്കിലും വച്ചതിന് ശേഷം അത് എടുക്കുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ മൂർച്ചയേറിയ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് പല വിധത്തിലും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. മറ്റൊരു വസ്തു പേനയാണ്. ഒരു വ്യക്തിയുടെ കർമ്മഫലവുമായി ബന്ധപ്പെട്ട് അഥവാ നേരിട്ട് ബന്ധമുള്ള ഒരു വസ്തു എന്നാണ് പേനയെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കുക. അതിനാൽ ഇവ മറ്റുള്ളവർ ഉപയോഗിക്കാൻ തന്നാലും അത് ദോഷമായി മാറുന്നു. അഥവാ അവരുടെ കർമ്മഫലം നമ്മളെ ബാധിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. അത്രമേൽ ആധ്യാത്മികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് അത് ബാധിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ്. മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അവരുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കുന്നത് ദൗർഭാഗ്യമാണ്. തുടരെ ദൗർഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇതിനാൽ എവിടെ പോകുമ്പോഴും ഒരു പേന കയ്യിൽ കരുതുന്നതാണ് ഏറ്റവും ശുഭകരം. പലരും അബദ്ധവശാൽ ചെയ്തു പോകുന്നതായ ഒരു കാര്യമാണ്.
എന്നാൽ പിന്നീട് അവർക്ക് തന്നെ അത് വിനയായി മാറുന്ന സാഹചര്യവും ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷകരമായി ഭവിക്കും. മറ്റൊന്ന് വാച്ചാണ്. മറ്റുള്ളവരിൽ നിന്നും വാച്ച് അഥവാ ഘടികാരമാണ് എങ്കിലും വാങ്ങുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുന്നതിലൂടെ പ്രധാനമായും സംഭവിക്കുക അവരുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ അത് എന്തു തന്നെയാണ് എങ്കിലും അത് നിങ്ങളെ ബാധിക്കുന്നു എന്നതാണ്. അവർക്ക് ദൗർഭാഗ്യം വേട്ടയാടുന്നുണ്ടാകാം. എന്നാൽ നിങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരും. അതിനാൽ നിങ്ങൾ ദൗർഭാഗ്യം വാങ്ങുന്നതിന് തുല്യമായി തന്നെ മാറും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യവും പൂർണ്ണമായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. മറ്റൊന്ന് ചെരുപ്പാണ്. ചെരുപ്പ് ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ ഒരു വസ്തുവാണ്. മറ്റുള്ളവരുടെ ചെരുപ്പ് നാം ധരിക്കുന്നതിലൂടെ ജീവിതത്തിൽ അവരുടെ ദുരിതങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, വിഷമഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും എന്നാണ് പറയുക. ചില തിരിച്ചടികൾ ജീവിതത്തിലേക്ക് നേരിടേണ്ടതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങൾ പലരും സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നോ വാങ്ങുന്നവർ തന്നെയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊന്ന് മണ്ണാണ്. ഒരു ഭൂമിയിൽ പലതരം ദോഷകരമായ കാര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഇതിനാൽ നാം ചവിട്ടുന്ന മണ്ണ്, അതായത് പുറത്തു പോകുന്ന വേളയിൽ നമ്മുടെ കാലിൽ പറ്റിയ മണ്ണ് വീടിനുള്ളിൽ പ്രവേശിക്കരുത് എന്നാണ് വിശ്വാസം. ആ ഭൂമിയുടെ ദോഷം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇതിനാൽ തന്നെയാണ് പണ്ടത്തെ വീടുകളിൽ ഏവർക്കും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ്. അവിടെ പ്രധാന വാതിലിന്റെ അടുത്തായി ഒരു ടേപ്പ് അല്ലെങ്കിൽ മൊന്തയിൽ അല്ലെങ്കിൽ കിണ്ടിയിൽ വെള്ളം വയ്ക്കുന്നവരാണ്. ഇത് മുൻപ് പല വീടുകളിലും ചെയ്യാറുള്ള ഒരു കാര്യം തന്നെയാകുന്നു. ഇത് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കൈകാലുകൾ കഴുകുവാൻ വേണ്ടി വയ്ക്കുന്നതാണ്. അതിനാൽ അത്രമേൽ പ്രാധാന്യം ഈ കാര്യത്തിനുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെ മണ്ണ് ഒരിക്കലും നാം മറ്റൊരു വ്യക്തിയുടെ കൈകളിൽ നിന്നും നേരിട്ട് വാങ്ങുവാൻ പാടുള്ളതല്ല. ചിലർ അബദ്ധവശാൽ ചെയ്യുന്നതായ ഒരു കാര്യമാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ സംഭവിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തികൾക്ക് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ബാധിക്കും എന്നാണ്. ആ ഭൂമിയിലുള്ള ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് അഥവാ നിങ്ങളെ ബാധിക്കുന്നതിന് തുല്യം തന്നെയായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒന്ന് തന്നെയാണ്. സുമംഗലികളായ സ്ത്രീകളുടെ താലിമാല, താലി, വിവാഹ വസ്ത്രം, പൊട്ട്, സിന്ദൂരം, കൺമഷി എന്നിവ പുറത്തുള്ള ഒരു വ്യക്തി വാങ്ങി അണിയുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക. പലരും താൽക്കാലിക ആവശ്യത്തിന് പരിചയക്കാരുടെയോ സുഹൃത്തുക്കളുടെയോ ഇത്തരത്തിൽ വാങ്ങി അണിയുന്നവരുണ്ടാകാം. അത് സിന്ദൂരമാണ് എങ്കിലും കൺമഷിയാണ് എങ്കിലും വാങ്ങരുത് എന്നാണ് പറയുക. ഒരു സുമംഗലിയായ സ്ത്രീ ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കൾ നിങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല. അത് എത്ര വലിയ ആവശ്യമാണ് എങ്കിൽ പോലും ഈ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.